ഹലോ, ഇന്ന് നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണ്. നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോവുകയാണ്. ചേട്ടനും ഞാനും പിള്ളേരും ചേട്ടൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയും കൂടെയാണ് ഇന്ന് പോകുന്നത്. അപ്പം പിള്ളേരും ഞാനും ഒക്കെ അത്യാവശ്യം നമുക്ക് ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കേണ്ടതുകൊണ്ടും എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കണം. അതുമാത്രമല്ല എനിക്കൊക്കെ സുഖമില്ലാണ്ടൊക്കെ വന്നതുകൊണ്ട് ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കണം. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഫുഡുമൊക്കെ ഉണ്ടാക്കി വെള്ളവും കാപ്പിയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് അതാണ് അത്രയും ബാഗൊക്കെ കണ്ടത്. പിന്നെ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്ക്. 2 ക്യൂ ആയിട്ടാണ് നിന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇത്രയും തിരക്ക്. അപ്പോൾ അങ്ങനെ 2 ക്യൂ ആയിട്ട് നിന്ന് നമ്മളിതേ കയറി തൊഴുതിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചായ കുടിക്കാൻ കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം നമ്മളവിടെ നിന്ന് ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചിറങ്ങിപ്പോയിരുന്നത്. അപ്പോൾ ഇറങ്ങി വന്ന വഴിക്ക് അവിടുത്തെ കുളമൊക്കെ കണ്ട് പിന്നെ തിരിച്ചിറങ്ങിയ സമയത്ത് വലിയ തിരക്ക് തോന്നിയില്ല. പിന്നെ അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെരുപ്പ് എടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മളവിടെ നമ്മുടെ ചെരുപ്പൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വന്നത് അപ്പച്ചിയുടെ വീട്ടിലേക്കാണ്. ഇവിടുത്തെ അച്ഛൻ്റെ ഏറ്റവും ഇളയ പെങ്ങളുടെ വീടാണ്. അതവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളവിടെ വന്നൊരു വെട്ടുകല്ലൊക്കെ തീർത്ത പഴയ മോഡൽ വീടാണ്. അവിടെ വന്ന് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അച്ഛൻ്റെ വേറൊരു പെങ്ങളും ഉള്ളത് അവിടെ അടുത്ത് തന്നെ ആലുവയിലായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് നമുക്ക് തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ നേരെ അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോയി. അതും ഒരു പഴയ ഒരു തറവാട് അങ്ങനത്തെ ഒരു വീടാട്ടോ. നല്ല രസം അവിടെ പോയിരിക്കാൻ. അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ തിണ്ണയൊക്കെയുള്ള ഇറത്തിണ്ണയൊക്കെയുള്ള നല്ല രസമുണ്ടായിരുന്നു അവിടെ പോയിരിക്കാനായിട്ട്. എനിക്കിങ്ങനത്തെ പഴയ വീടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് പിള്ളേരൊക്കെ ഉറങ്ങിയായിരുന്നു. പിന്നെ അപ്പച്ചിയും ഞാനും കൂടെ മീനും ഒക്കെ വറുത്ത് നമ്മൾ പിന്നെ അവിടുന്ന് വൈകുന്നേരം സന്ധ്യയൊക്കെ ആയി. അവിടുന്ന് കുറേ ചെടികളും ഒക്കെ കുറേ സംഭവങ്ങളൊക്കെ അവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 7:30 ആയപ്പോഴാണ് പോകുന്നത്.